നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും വേദനയും അവസാനിക്കുമോ എന്നും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെ ആയിരിക്കുമെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ ഓരോ കാര്യങ്ങളും വന്നു ചേരും. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. കാരണം നിങ്ങളിലേക്ക് ഒരു ബാഡ് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഒരു കാര്യത്തെ ഏത് രീതിയിലാണോ നമ്മളിലേക്ക് കണക്റ്റഡ് ആക്കുന്നത്, അട്രാക്റ്റ് ചെയ്യുന്നത്, ആ എനർജിയോടെ ആയിരിക്കും അത് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതെല്ലാം പോസിറ്റീവായിട്ട് വരികയും നെഗറ്റീവായിട്ടാണ് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് നെഗറ്റീവായിട്ട് വന്നു ചേരുകയും ചെയ്യും. അപ്പം പൂർണ്ണമായ മനസ്സോടുകൂടിയും ഭയഭക്തിയോടുകൂടിയും ഓരോ കാര്യങ്ങളെ, അതായത് ഡിവൈൻ എനർജികളെ കണക്റ്റ് ചെയ്യുക. പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുള്ള മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ അറിയാൻ തേടി വരുന്നത് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിനെയാണ് നമ്മൾ റീഡിങ് ചെയ്തെടുക്കുന്നത്. അവരുടെ ഉള്ളിലിരിക്കുന്ന, അവർ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവരുടെ ചിന്തകളെയാണ് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് നിങ്ങളിലേക്ക് നൽകുന്നതെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. അതിൻ്റേതായ ടൈം വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൻസർ ലഭിച്ചുമിരിക്കും. പിന്നെ ഒരു ഗൈഡൻസ് ആണ്, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് ആണ്. ജീവിതത്തിൽ നിങ്ങളൊരു ബ്ലോക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നാണെങ്കിലും, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്ക് ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാൻ, എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളതിനാണെങ്കിലും, അതുപോലെ തന്നെ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും എങ്ങനെ മൂവ് ഓൺ ചെയ്യണം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ടാറോ റീഡിങ്സിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്താനും, അതുപോലെ പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ക്ലിയർ ചെയ്ത് അത് എന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെ ഉള്ളത് ക്ലിയർ ചെയ്യാനും, അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വളരെ വ്യക്തമായൊരു ധാരണ, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യം ചെയ്താൽ അത് നമ്മുടെ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളതൊക്കെ, നമ്മളൊരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു കരിയർ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, ആ ഒരു ബന്ധം പൂർണ്ണതയിലെത്തുമോ അതോ ആ ബന്ധത്തിൽ പിന്നീട് എന്തെങ്കിലും പ്രോബ്ലംസ് കണക്ട് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു സോഴ്സ് മാത്രമാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു വ്യക്തിയെ സമീപിക്കുമ്പം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണ് ആ ഒരു വ്യക്തിയിൽ സമീപിക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ എനർജി കിട്ടുക. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ അപ്പോഴത്തെ ആ ഒരു പോസിറ്റിവിറ്റിയും നിങ്ങൾ ആരെയാണോ കണക്ട് ചെയ്യാൻ കൊടുക്കുന്ന ആ വ്യക്തിയുടെയും പ്രപഞ്ചത്തിൻ്റെയും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു എനർജി കണക്ട് ചെയ്തായിരിക്കും ഒരു ടാറോ റീഡർ നിങ്ങൾക്ക് റീഡിങ്സ് ചെയ്തു തരുന്നത്. അപ്പോൾ ക്ഷമയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും വിശ്വാസത്തോടും കൂടി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നമ്മളിത് നോക്കാൻ പോകണം നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും നിരാശയും അല്ലെങ്കിൽ വേദനകളൊക്കെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നാണ് കേട്ടോ. നമുക്കിതിനകത്ത് നവംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞ് മറ്റെല്ലാവർക്കും ഇതാവില്ല എന്നല്ല കേട്ടോ. അതെപ്പോഴും ഞാൻ പറയണുണ്ട്, നിങ്ങൾക്ക് എന്താണെങ്കിലും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും. നമ്മൾ മാക്സിമം ഇത് കാണുന്ന എല്ലാവരിലേക്കും ഇതിനകത്ത് ഓരോ ഇൻഫർമേഷൻസ് എങ്കിലും കണക്റ്റഡ് ആയിരിക്കാനും ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. നൈറ്റ് ഓഫ് സോർട്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുമായിട്ട് വന്നിരിക്കുന്ന വ്യക്തികളാണ് കേട്ടോ. ഇതിനകത്ത് വളരെ ശക്തമായിട്ടും പൂർവ്വജന്മ ബന്ധം അല്ലെങ്കിൽ ഒരു പുനർജന്മത്തിൻ്റെ എനർജി കണക്റ്റ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ്
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടലിലാണെങ്കിലും ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെ ആണെങ്കിലും ഒരുപാട് കോൺഫ്ലിക്റ്റിലൂടെയൊക്കെ കടന്നു പോകണം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്വപ്ന ദർശനത്തിലൂടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റ് ലൈഫിനെ കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾക്ക് അത് ഗന്ധമായിട്ട് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഉള്ള സ്റ്റക്നെസ്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു സൈൻ എനർജി, അതായത് ഒരു പക്ഷി മൃഗാദികളുടെ എല്ലാം ഒരു എന്താ പറയുക, ഒരു സാന്നിധ്യത്തിലൂടെ നിങ്ങൾക്കൊരു പ്രസൻസ്, പാസ്റ്റ് ലൈഫിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചിലരൊക്കെ സ്വപ്ന ദർശനത്തിലൂടെ വളരെയധികം ഒരു എന്താ പറയുക, വല്ലാത്തൊരു സ്ഥിതിയിലൂടെ സ്വപ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എന്താ പറയുക, പൂർണ്ണമായും നിങ്ങൾക്കിതിൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ ആ ഒരു ദർശനം, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. കാരണം അത്രത്തോളം പവർഫുള്ളായൊരു പാസ്റ്റ് ലൈഫ്, ഒരു പുനർജന്മം, ഒരു മുജ്ജന്മ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണ്. പെട്ടെന്ന് നിങ്ങളിലേക്ക് ചില സിറ്റുവേഷൻസുകൾ, അല്ലെങ്കിൽ ചില പക്ഷിമൃഗാദികളുടെ സാന്നിധ്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും വളരെയധികം പവർഫുള്ളായൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസോട് കൂടി വന്ന് നിൽക്കുന്നതും ആ ഒരു അതിൻ്റെ, അതായത് പാസ്റ്റ് ലൈഫിൻ്റെ ബാലൻസാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെസൺ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് എല്ലാ രീതിയിലും നിങ്ങളെ അതിങ്ങനെ വലയം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു ജന്മം എന്ന് പറയുന്നത് നമുക്കിതിൽ കാണുന്നത് ഒരു റീബർത്ത് എനർജി, ഒരു റീബർത്താണ് കേട്ടോ, ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കാണുന്നത്. അതായത് അവസാനിച്ച് വീണ്ടും നിങ്ങൾക്കൊരു സ്വസ്ഥമാകുന്ന ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കടന്നു പോകേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഇനിയും ജന്മം എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും നമുക്കിതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ജന്മം ചിലപ്പെങ്കിൽ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇനിയും നിങ്ങൾക്കൊരു പുനർജന്മമുണ്ട് എന്ന്, അതായത് ഇനി ഒരു ജന്മം കൂടി നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ ജനിക്കേണ്ടി വരും. ഈ ഒരു ജന്മത്തെ, അതായത് പൂർവ്വജന്മത്തിൻ്റെയും ഈ ജന്മത്തിൻ്റെയും കൂടി കണക്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഇനി ഒരു ജന്മം നിങ്ങൾ എടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിലാക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൂർണ്ണത ലഭിക്കുക എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ആ ഓരോ സിറ്റുവേഷൻസിലൂടെയും കടന്നു പോകുമ്പം നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ടച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എവിടെയൊക്കെയോ എന്തൊക്കെയോ മറന്നതുപോലെ, എന്തൊക്കെയോ നിങ്ങൾ കൂടുതൽ കണക്റ്റ് ചെയ്തതുപോലുള്ള ഒരു എക്സ്പീരിയൻസ്, ഏറ്റവും കൂടുതൽ സ്വപ്ന ദർശനമാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് കേട്ടോ. സ്വപ്ന ദർശനം, രാത്രികളുടെ ആ ഒരു അഗാധമാകുന്ന ഉറക്കത്തിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ കണ്ട് മറഞ്ഞു പോകുന്നുണ്ട്. ഉണരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്രസൻസ് നിൽപ്പുണ്ടെങ്കിലും നിങ്ങൾക്കത് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും പാസ്റ്റ് ലൈഫിലേക്ക് ചില കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ അനുഭവിക്കുന്ന വേദനയുടെ തുടർക്കഥ എന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു എനർജി കണക്റ്റഡ് ആകുന്ന ഓരോ വ്യക്തികളും അത് സന്തോഷിക്കുക. കാരണം നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ആ ഒരു പെയിനാണെങ്കിലും ഒറ്റപ്പെടലാണെങ്കിലും നിങ്ങൾ ആസ്വദിക്കുക എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ജീവിതത്തിൽ ഒരു പുതിയ ഒരു പ്രോജക്റ്റ് എനർജി പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്ന് തന്നെയാണ് ഇനിയും നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ വ്യക്തിബന്ധങ്ങൾ വരാനുണ്ട്. പാസ്റ്റിലേക്ക് തന്നെയാണ് നിങ്ങളെപ്പോഴും നിൽക്കേണ്ടതെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെയെല്ലാം നിങ്ങളൊരു എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നിങ്ങൾ ഒരുക്കിയെടുക്കണം. കൂടാതെ തന്നെ ഒരു സ്ട്രോങ് ആയ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് നേരെ വരുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻസിൽ പോകണം. എപ്പോഴും നിങ്ങൾക്കിടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അറിയാതെ എപ്പോഴും പാസ്റ്റ് ലൈഫിലേക്ക്, അതായത് പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മുൻകാലങ്ങളിലേക്ക്
ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലേക്കാവാം, അതല്ലെങ്കിൽ ഒരു മിഡിൽ എനർജിയിലൊക്കെ നിൽക്കുന്ന നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ കാലഘട്ടങ്ങളിലേക്കാവാം. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലേക്ക് തന്നെയാണ് നിങ്ങൾ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഓർമ്മകളെ നിങ്ങളെ എപ്പോഴും അങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് നടത്തുന്നൊരു ബാക്കപ്പ് എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളൊരു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പോകാൻ സാധിക്കാത്ത വിധം നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. അത് ഇമോഷണൽ പരമാകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും മുന്നോട്ടേക്ക് പോകുക എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പിന്നിൽ എന്തോ വെയിറ്റിംഗ് ചെയ്യുന്നു, എനിക്ക് വേണ്ടിയിട്ട് പിന്നിൽ ഇനി വരാനുണ്ട് എന്നുള്ള ഒരു ഫീലിങ്സ് ആണ് നിങ്ങളിൽ എപ്പോഴും. അല്ലാതെ മുന്നിലേക്കാണ് പോകേണ്ടത്, ഞാൻ ചെല്ലുമ്പോൾ കാണുന്നു അല്ലെങ്കിൽ ഞാൻ മുന്നോട്ടേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളെ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കിലേക്ക് വരിക, നിങ്ങൾ പിന്നിലേക്ക് വരിക. കാരണം നിങ്ങൾക്ക് വേണ്ടി എന്തോ അവിടെ വെയിറ്റിംഗ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു തോന്നൽ, കഴിഞ്ഞു പോയതിലേക്ക് തന്നെ നിങ്ങൾ വീണ്ടും കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വേടൻ എങ്ങോട്ടേക്കാണോ പിന്നിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻസ്, എന്തിനെയോ തേടി പിടിക്കുക എന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അത് മുന്നിലേക്കല്ല നിങ്ങളുടെ കണക്ഷൻസ് നിൽക്കുന്ന, എനർജി കണക്ഷൻസ് പാസ്റ്റിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുമ്പോൾ സഡൻ നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ ഒരു പ്രൊട്ടക്റ്റ് ഒരു വല തീർക്കും, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കേണ്ട സമയത്ത് നിങ്ങളെ പൂർണ്ണമായും ശ്രദ്ധിക്കും. നിങ്ങളിലെ പ്രശ്നങ്ങളോ നിങ്ങൾക്കൊരു അത്യാഹിതമൊന്നും തട്ടാത്ത വിധം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് കോൺഫ്ലിക്റ്റുകളെ നേരിട്ട് കൊണ്ടിരിക്കേണ്ടി വരുന്നു. അതായത് എപ്പോഴും പുതിയ 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 പ്രശ്നങ്ങൾ എപ്പോഴും നിങ്ങളെ വലയം ചെയ്യുന്നു എന്നത് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളിൽ വരേണ്ടത്. നിങ്ങളുടെ വ്യക്തിത്വത്തിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊന്നും നിങ്ങൾക്കൊരു പ്രശ്നക്കാരേ അല്ല. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടെ ഏറ്റവും വലിയൊരു പ്രശ്നം പാസ്റ്റിലെ കാര്യങ്ങളുടെ ഓർമ്മകളാണ്. നിങ്ങളിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പാസ്റ്റിലേക്കുള്ള ഇമോഷണൽ പരമാകുന്ന ചില ചിന്തകളൊക്കെ, അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ എനർജി തന്നെ വീണ്ടും വീണ്ടും കണക്റ്റഡ് ആയിട്ട് വരുവാണ്. പാസ്റ്റിലേക്ക് തിരിച്ചു പോവുക, അവിടെയാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നത്. ഒരു ന്യൂ ബിഗിനിങ് എന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾ പെട്ടെന്ന് പാസ്റ്റിലെ ചില ഇമോഷണൽ പരമാകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളെക്കുറിച്ചും അവർ നിങ്ങൾക്ക് നൽകിയ കുറേ പ്രസൻസ്, അവരുടെ ആ ഒരു പ്രസൻസ് എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് അതിലൊക്കെ നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടിയ പ്രണയമായിക്കോട്ടെ, മറ്റുള്ളവരുടെ സാന്നിധ്യമായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, ഈ ഇമോഷൻസിലൊക്കെ പാസ്റ്റിലേക്ക് തന്നെ വെയിറ്റിംഗ് ചെയ്യുന്നു. മുന്നോട്ടേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ ബൗണ്ടറി ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പെയിൻഫുള്ളാകുന്ന പല സിറ്റുവേഷൻസുകളും വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നടക്കുന്ന തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയുമായിരിക്കാം. നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ചിലപ്പോൾ അത് തുറന്ന് പറയുന്നില്ലെങ്കിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കം അനുഭവിപ്പിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി തന്നെയാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസിൽ ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് നിന്നാൽ പോലും നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ളൊരു തിരിച്ചുവരവിനെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ചില ഇമോഷണൽ പരമാകുന്ന ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ചേഞ്ചിങ് വരുത്തണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവിടെ നിങ്ങൾക്കൊരു
സ്തംഭനാവസ്ഥ സംഭവിക്കുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഫലമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു ജന്മം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് ലഭിക്കുക എന്നത് വളരെയധികം അസാധ്യമായൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പം ആക്ഷൻ എടുക്കപ്പെടും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീതി നടപ്പിലാക്കപ്പെടും, കർമ്മ എൻഡ് ആകും. പക്ഷേ നിങ്ങളെപ്പോഴും കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടേണ്ടി വരും, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരും. നിങ്ങൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സിറ്റുവേഷൻസിൽ സ്ട്രഗിളിങ് ചെയ്യാൻ തയ്യാറാകണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളിൽ നിങ്ങളൊരു ഹൈഡ് എനർജി വെച്ചിരിക്കണം കേട്ടോ. എപ്പോഴും ഒരു ഹൈഡിങ് എനർജിയിൽ തന്നെയാണ് നിങ്ങൾ പോകാവുള്ളൂ. മോശமான സിറ്റുവേഷൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരം, അതല്ലെങ്കിൽ ആ സാന്നിധ്യങ്ങളിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങളൊരു നല്ലൊരു ഗാർഡിയൻ എനർജിയാണ്, മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുവെങ്കിൽ പോലും നിങ്ങളൊരു ഇമോഷണൽ ബൗണ്ടറി ഇട്ട് നിൽക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളെപ്പോഴും ഒരു ഇമോഷണലി ഒരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ എത്രത്തോളം കണക്റ്റഡ് ആവാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണൽ പരമാകുന്ന ഒരു ഫോക്കസ് എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ ഇമോഷണലി ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നുള്ളത് നിങ്ങൾ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ നിങ്ങൾ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനർജിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ഒറ്റപ്പെടലും വേദനയെല്ലാം ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്കൊരു വിജയമുണ്ട്. നിങ്ങൾ എവിടേക്കാണോ അവഗണിക്കപ്പെടുന്നത്, മാറ്റം നിർത്തപ്പെടുന്നത്, വേദനിക്കപ്പെടുന്നത്, അവിടെ നിന്നെല്ലാം നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് നിർത്തുന്ന വ്യക്തികൾക്ക് മുന്നിൽ നിങ്ങൾക്കൊരു സക്സസ് എനർജി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ സമയം മാറും, നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വരുന്നത് കേട്ടോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് ഓപ്പണിംഗ് എനർജി വരും. നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്ന മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കും. ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നതായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ജന്മം എന്ന് പറയുന്നത് നിങ്ങൾ ഏതെല്ലാം രീതിയിലേക്ക് പവർഫുള്ളായി മുന്നോട്ട് പോകുമ്പോഴും ആ ഒരു കർമ്മ നിങ്ങളെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലെസൺ പഠിക്കുക. ഈ ഒരു ജന്മം എന്നത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ലെസൺ പഠിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ കുറച്ച് സ്ട്രെസ് എനർജികൾ ഉണ്ടാവാം, ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാം, മറ്റുള്ളവരുടെ വാച്ചിങ് എനർജി, മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ശക്തമായിട്ട് വാച്ചിങ് ചെയ്യുന്ന മറ്റെന്തോ ഒരു ബന്ധനം പോലുള്ള ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരാം. തീർച്ചയായിട്ടും ഒരു കാർമിക് സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കണം. കാർമിക് പരമാകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതെല്ലാം ഒരു വെല്ലുവിളികളായിട്ട് മാത്രം കാണുകയും നിങ്ങളുടെ ജീവിത അവസ്ഥയെ നിങ്ങൾ പോസിറ്റീവായിട്ട് സ്വീകരിക്കുകയും ചെയ്യുക. ഒറ്റപ്പെടലിനെ ആണെങ്കിലും വേദനാജനകമാകുന്ന സിറ്റുവേഷൻസിനെ ആണെങ്കിലും ഹാപ്പിയോട് സന്തോഷത്തോടു കൂടി നിങ്ങൾ സ്വീകരിക്കുമ്പം അതും മറ്റൊരു എക്സ്പീരിയൻസ് ആയി തീരുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നത് സക്സസ് തന്നെയാണ് കേട്ടോ. വളരെയധികം കോൺഫിഡൻസോടു കൂടിയും വിജയത്തോടു കൂടിയും നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഒരു വെൽത്ത് ആൻഡ് എനർജിയിലേക്ക് കുടുംബത്തെയൊക്കെ ഒരു ലോങ് ടൈം സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാരണം ഈ ഒരു ജന്മം നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ചില കർമ്മകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാലം കണക്റ്റഡ് ആവുകയും ചെയ്യും. ആ ഒരു സ്റ്റക്കാവുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങളെ കാലം മാറ്റിയെടുക്കുകയും ചെയ്യും. പക്ഷേ എന്നാലും വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങളെ വളരെ ശക്തമായിട്ടും കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതായത് ഈ ഒരു ജന്മം നിങ്ങൾ നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു
ജന്മം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, മെഡിറ്റേഷൻസ്, ഒരു ആത്മീയ പാതയിലേക്കൊക്കെ ഒരു മധ്യകാലഘട്ടമൊക്കെ കഴിയുമ്പോൾ ഒരു നിങ്ങളിൽ ഒരുപാട് പേര് ഒരു ആത്മീയ പാതയിലേക്കൊക്കെ പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കാരണം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ അവിടെ എത്തിപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത്. സ്പിരിച്വൽ ജേണിയൊക്കെ വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ എത്ര വലിയ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെയാണെങ്കിലും നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് ലഭിക്കുക ഒരു ജന്മമെന്നാണ് കാണുന്നത് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് എനർജിയിലൂടെ തന്നെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. പിന്നെ ഈ ഒരു അവസ്ഥകളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോകേണ്ടതാണെന്നും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ നിമിഷങ്ങളും കടന്നു പോകും, ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകുമെങ്കിലും ഇതൊക്കെ ഒരു പോസിറ്റീവായൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ടും പോസിറ്റീവാകുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അപ്പോൾ റീഡിങ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.